ഇങ്ങനെ കണപ്പണം പിടിച്ച് നമ്മളിങ്ങനെ മെമ്മറിയിലൂടെ പോകുന്നത് ശരിക്കും ഹൃദയത്തിലൂടെ ചിന്തിക്കണം. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ വിശ്വാസം ചെയ്യും. തടസ്സങ്ങളും മാറും. ശരിക്കും വിശ്വാസവും ചെയ്യും. Efesos 6:10-20 വായിച്ച് അവസാനമായി കർത്താവിലും കരുത്തുള്ളവരാകും സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ട്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നിങ്ങളുടെ കവചം ധരിച്ച് മുറിച്ചു സമാധാനത്തിൻ്റെ സുവിശേഷമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങൾ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചയിക്കും. രക്ഷയുടെ പടത്തപ്പി അണിയിൽ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വന്നിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന അവിശ്രാന്തം നടന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ വായി തുറക്കുമ്പോൾ വിടുതൽ ലഭിക്കുന്നതിന് എൻ്റെ കടമയ്ക്കൊറ്റ വിധം തിരികെ പ്രസംഗിക്കാൻ വേണ്ടി രണ്ട് കടന്നു. ഹല്ലേലൂയ. ഒരു അത്ഭുത സാക്ഷ്യം മാത്രം ഇപ്പം ഞാൻ വായിക്കും. ഞാൻ കുർബാനയ്ക്ക് വരുന്ന സമയമായതുകൊണ്ടാണ്. അത്ര അതല്ല, അത് കേട്ടിട്ട് പ്രകടനത്തിലേക്ക് വരും. പ്രകടനത്തിലേക്ക് വരേണ്ടതാണ്. ഒരു വലിയൊരു സാക്ഷ്യമാണ്. സങ്കീർത്തനം 118:5 ദുരിതങ്ങൾ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ട് അവർ എന്നെ പൂജിപ്പിച്ചു. ഒരു മകൾ എഴുതിയിരിക്കുകയാണ്, എൻ്റെ മകൾക്ക് ഒരു കൃപ എഴുതിയിരിക്കുക. എൻ്റെ മകൾക്ക് ലഭിച്ച അത്ഭുതകരമായ വിടുതൽ സാക്ഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വർഷങ്ങളായി കുടുംബവുമൊക്കെ വിദേശത്ത് താമസിക്കുന്നു. ദൈവത്തെക്കാൾ ഉപരി പണത്തിനും ബന്ധങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുത്താണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പ്രാർത്ഥനയും വിശ്വാസവും വളരെയേറെ കുറവായിരുന്നു. ഈ സമയം ഞങ്ങളുടെ മകൾ അക്രൈസ്തവനായ ഒരു യുവാവുമായി പ്രണയബന്ധത്തിലാണ്. ഞങ്ങൾ വളരെയേറെ തവണ ഉപദേശിച്ചെങ്കിലും കുട്ടി ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. ഈ വിഷമസന്ധ്യയിൽ ഞങ്ങൾ കേരളത്തിൽ വന്ന് അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ താമസിച്ചുള്ള റെസിഡൻഷ്യൽ റിട്രീറ്റിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. മകളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടതിനാൽ അവളെ പങ്കെടുപ്പിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും ഞാനും എൻ്റെ ഭർത്താവും കൂടി ധ്യാനത്തിൽ പങ്കെടുത്തു. ദൈവവചനം കേട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടതായും തിരുത്തേണ്ടതായും നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങൾ എളിമപ്പെട്ട് നല്ല കുമ്പസാരം കഴിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ധ്യാന അവസരത്തിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയം ബഹുമാനപ്പെട്ട അച്ഛൻ പരിശുദ്ധാത്മാവിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പാപകരമായ പ്രേമബന്ധത്തിലൂടെ കടന്നു പോകുന്ന ഒരു മകൾക്ക് കർത്താവ് ഈ സമയം വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ മകളാണെന്ന് ഞങ്ങൾ ആ സമയം പൂർണ്ണമായും വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചു. ആ സമയം ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ ഞങ്ങളുടെ മകൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷം ഇവിടുന്ന് ഞങ്ങൾക്ക് ഒഴുകി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് അവനെ ഇപ്പോൾ താല്പര്യമില്ലെന്നും